ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചെല്ലാന വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ വീടിൻ്റെ വാതിക്കൽ ഒരു പപ്പുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എന്താണെന്ന് പറയണതെന്ന് അറിയത്തില്ല. ഇവിടെയും പടങ്ങ് പപ്പ് എന്നൊക്കെ പറയും. ഇത് ചുള്ളിയും കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഞാനും അളിയനും ഇതേ മാമനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇന്ന് ഈ പപ്പ് പിടിക്കാൻ പോണത്. അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന്. അപ്പോൾ ഇതിനു മുമ്പും മാങ്ങാടുവാ ഞാനും ഈ മാമനൊക്കെ നിങ്ങൾ നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഞാനും മാമനൊക്കെ തമ്മിൽ നേരത്തെ മാമനൊക്കെ കെട്ടിൽ ഒരു മീൻ പിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തിട്ടൊക്കെ കണ്ടോ. അപ്പോൾ നിങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലപ്പോൾ ഇനിയത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. നമ്മൾ ഇത് ഇരുട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വല വെച്ച് മീനെ പിടിക്കാൻ പോണത്. അപ്പം ഇനി എന്തായാലും ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം. അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ രാത്രി ആകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ ആ വല മൊത്തത്തിൽ പിടിച്ച് പൂട്ടി നമ്മൾ മീനെ പിടിച്ചും തുടങ്ങുള്ളൂ. ഞങ്ങപ്പോൾ വല പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വീട്ടിൽ നിന്ന് തെക്ക്, അപ്പോൾ വള്ളത്തിന് അങ്ങോട്ട് തെക്ക് ഏറ്റവും പോകണം. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞങ്ങൾ വല എടുത്തുകൊണ്ട് വന്നത്, ഞാനും വലയിലും കൂടി. അപ്പോൾ വള്ളത്തിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ വല വെച്ചിട്ടാണ് ഞങ്ങളുടെ ആ ഒരു പപ്പ് കൂട്ടാൻ പോണം. ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ ഈ ഒരു പപ്പിനകത്തില്ലേ ഞങ്ങൾ ഒരു പഴയ വള്ളം മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അല്ലെന്ത് ഇവിടെ ലൈറ്റ് ഇടാനുള്ള ഒരു ഇതിലാണ്. ഗായ്സ്, മാവനായിട്ടൊരു പണി കിട്ടിയേട്ടാ. കുഞ്ഞനൊരു നൈസ് പണി കൊടുത്തിട്ടുണ്ട്. അതെ അതെ, ആദ്യമായിട്ട് മാവനായിട്ടൊരു നൈസ് പണി കൊടുത്തേനാ. എന്റെ ഫോണിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ടുണ്ടാ. ടോം ഹായ്. അപ്പോൾ ഇവിടെ അമ്മ വിളക്ക് വെക്കണ ഒരു സെറ്റപ്പിലിരിക്കണുണ്ടോ. വിളക്കൊക്കെ വെച്ച് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇവിടെ വാതിക്കൽ വെക്കും കേട്ടോ. നടയിൽ സമയത്ത് 6 വിളക്ക് വെച്ച് മാമനായിട്ട് പണി കിട്ടിട്ടാണോ. മാമന്റെ ഷർട്ടൊക്കെ വിരിച്ചിരുന്ന കേട്ടാ. അപ്പൊ ഗായ്സ്, സംഭവം നമ്മൾ അതേ ഇരുട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ വാതിക്കല്. അതെ അളിയാ എവിടെ അളിയനൊക്കെ ഇവിടെ ഒന്ന് സെറ്റ് ആക്കിക്കണ്ട. ഞാൻ മാമനുണ്ട്, ഞങ്ങൾ മൂന്നുപേരും കൂടി ആണ്ട. അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തമെന്ന് പറയണം. അപ്പോൾ ക്യാമറ ഒക്കെ കൊടുക്കണത് എന്തായാലും അമ്മ അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കൊടുക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഞാൻ സെറ്റാക്കിക്കണേ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ട്യൂബ് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് സുരേഷ് അണ്ണൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പുള്ളി ലൈറ്റും സൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ള. ഇനി ഇത് ആ കിടക്കണം നമ്മുടെ ലൈറ്റ് ഉണ്ടോ. അത് ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൊമ്പും ചുള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറ്റി ഇറക്കണമല്ലോ അല്ലേ. കുറ്റി ഇറച്ചിട്ട് ഇപ്പം മീനൊക്കെ ഏകദേശം ഒതുങ്ങിയിരിക്കണായിരിക്കുമല്ലോ. അപ്പം മീനൊക്കെ ഇനിയിപ്പോൾ നമ്മൾ വല എന്താ പറയണേ ഇരുട്ടി കഴിഞ്ഞിട്ട് വേണം ശരിക്കും വല പൂട്ടാൻ. അല്ലെങ്കിൽ മീൻ അതെ തടത്തി കയറി ഇപ്പം നിൽക്കുന്നുണ്ടാവും. അപ്പം അതാണ് ഇരുട്ടി കഴിഞ്ഞിട്ട് വല പൂട്ടണമെന്ന് പറയണത്. അപ്പം നമ്മൾ പകലൊക്കെ ഇങ്ങനെ വല പൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെട്ടം കാണുമ്പോൾ തന്നെ മീൻ പോയി കളയല്ലേ. അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ രാത്രിയത്തൊക്കെ ആക്കിയത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ദേ ക്യാമറ എൻ്റെ കെട്ടിയാളയിലാണ്ടോ കൊടുക്കുന്നത്. ഇവിടെ എത്രത്തോളം നന്നായിട്ട് എടുക്കുമെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. എടി മര്യാദക്കൊക്കെ വീഡിയോ എടുക്കണം കേട്ടോ, അതേ വിളിച്ച് കളിക്കാൻ. അപ്പം ഞങ്ങൾ ഇനി അങ്ങാടി വന്നിട്ട് അല്ലേ ഞാൻ പോയി ഒരു പൊളി വിളിച്ചിട്ട് വരാം. അപ്പം മീൻ കിട്ടാൻ നീ പ്രാർത്ഥിക്കേട്ടാ. അത് നീ നന്നായിട്ടൊക്കെ എടുക്കുക കേട്ടോ. നല്ല ഒരു ഞങ്ങളുടെ പ്രൊഫഷണൽ രീതിയിലൊക്കെ നീ എടുക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം കാണിച്ചു തരാം. കാണാൻ പറ്റിയല്ല, ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് വള്ളത്തിന് മാമനും അളിയനെ കൂടി അങ്ങനെ കൂടി വന്നുണ്ട്. അപ്പോൾ വലയുണ്ട് വള്ളത്തിൽ, ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ആ വല അങ്ങനെ കൂടി വളച്ചടിച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ട് വരും. എന്നിട്ട് അവിടെ കുറ്റിയൊക്കെ കുത്താനുണ്ട്.
സംഭവം ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിത് എങ്ങനെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. അതിലും സംഭവം നിങ്ങൾ കണ്ടേ, ഇവിടെ ഞാൻ ക്യാമറ കൊടുത്തിട്ട് പോകണണ്ട. ഇതിനകത്തുള്ള മീൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. വള്ളത്തിയല്ല, അതിനകത്ത് ഒരു ഇല്ല ഞാൻ പറയണില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് ഒഴുകിയിട്ട് ചാക്കാണ്. ഈ പടങ്ങിനകത്ത് ഓൾറെഡി ഒഴുകി വന്ന സാധനം. ഒരു പിലോപ്പി. ഒരു തുമ്പച്ചി. അവൻ കണ്ടാതെ എടുത്തോണ്ട് പോകും. ഒരു വള്ളത്തി. വള്ളത്തിയുണ്ട്. ഒഴുകിട്ടിയ സാധനത്തിനകത്തുനിന്ന് അത് 2 മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 അല്ല 3. എന്നാലും ഞാൻ കളഞ്ഞ്. ഓക്കെ, 3എങ്കിൽ 3. അതൊരു പള്ളത്തിയല്ലേ. പൊടിയാക്കണ്ട. പെണ്ണുമ്പിളേം കൊണ്ട് അമ്മ ആ മീനെടുത്ത് അതിനകത്തിട്ടു. അവനെടുക്കും. എടാ പോടാ ഇവിടുന്ന്. രാത്രി മീൻ പിടിക്കുമ്പോൾ അവൻ്റെ കളി. അത് പോയി, ഇതിനകത്തുണ്ടായി പോയി. പോയല്ലേ, അത് കുഴപ്പമില്ലല്ലേ, നമുക്ക് പിടിക്കാം. അവൻ ഇതിനകത്തുണ്ടല്ലോ എന്തായാലും. അളിയും ബാഹുലതേ മാമൻ അവിടെ എന്തോ കാണിക്കുന്നുണ്ടോ. അതെ, കുമ്പൊക്കെ എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങ കേട്ടോ. അല്ലേ, ഇവിടെ മീൻ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അത് പിടിച്ച് ഞാൻ എന്തായാലും സെറ്റാക്കും. അപ്പം നിങ്ങളേതായാലും കാണിച്ചു തരും കേട്ടോ. അളിയനൊക്കെ വളരെ നല്ല മരണപ്പണിയാണ് കാണിക്കണം. നമുക്കൊന്ന് നൈസായിട്ട് അങ്ങോട്ട് പോയിട്ട് വരാം.
അളിയനൊക്കെ കിടക്കണതല്ലേ നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ക്യാമറ കിട്ടണ ആ ഒരു രീതിയിലൊക്കെ ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓ കുറ്റിയില്ലാണ്ട് അളിയൻ കാണിക്കണ്ടോ, പരുത്തി ആ കൊമ്പിൽ വലിച്ചു കെട്ടിയേക്ക്. ഓ അതൊടിച്ച് കളഞ്ഞു. അമ്മ കുറ്റി വന്നിട്ടുണ്ടോ ആട്ടോ. മാമന് പിലോപ്പി കിട്ടിയേട്ടാ. എവിടെയാ മാമ കാണിച്ച്? ആ അടിപൊളി. തപ്പി പിടിച്ചു. ഇന്നാളെ അതേ കുറ്റി അതെ അമ്മ കുറ്റി എറിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്നാ ഇത് കൊല്ലി അമ്മ ഇട്ട് കൊല്ലി ഇങ്ങോട്ട് ഇട്ടോ. അവിടെ എന്ത് സാധനം കിടന്നാ അലങ്ങണം. അത് ഞങ്ങളുടെ ടോബി കണ്ടോ ആ ഒരു ഭാഗത്ത് കിടന്ന് എൻ്റെ ദൈവമേ. ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് അത് പൊക്കുമ്പോ മീനുണ്ടാകാൻ കണ്ടോ. ടോബി ഇനിയിപ്പൊ ഇറങ്ങിയേക്ക് വിടി. ഞാൻ കണ്ട് അതിനൊക്കെ ഞാൻ പിടിക്കും. നീ ഇവിടെ നിന്ന് കൗണ്ടർ അങ്ങനെ കാണിച്ചു കൗണ്ടർ പറയാതെ നീ അങ്ങാട് വന്ന് ഇറങ്ങു. നീ എനിക്ക് ഇറങ്ങണമെന്നുണ്ട്, കണ്ടിട്ട് ഇറങ്ങണമെന്നുണ്ട്. മറ്റേ പപ്പിലേക്ക് എടുത്തിട്ടാണല്ലേ അത് ഞങ്ങൾ കെട്ടി വെച്ചതാണ്. ശരി ഇതങ്ങോട്ട് പൊക്കിയെടുക്കാനാണ്. അത് ഒഴുകിപ്പോതിരിക്കാൻ വേണ്ടി കുറ്റിയിൽ കെട്ടി വെച്ചിട്ട് മീന് വള്ളത്തിൽ കെട്ടിട്ടാണോ ചാടണുണ്ടോ? കരിമീൻ സത്യം പറഞ്ഞാട്ട് ഓബി പേടിച്ചു കേട്ടോ. ഞാൻ ചെന്ന് ഇവര് സഹായിച്ചിട്ട് കൊമ്പൊക്കെ അമ്മേ എന്താ അത് നമ്മളെ മറ്റേ പലക. കല്ലുമ്മേക്കാ പിടിച്ചിരിക്കൊണ്ടാട്ടാ ഇവിടുത്തെ വീഡിയോ ചെയ്യാനായിട്ടുള്ള പോലെ സാധനം. നാളിയാ അപ്പൊ ഞങ്ങൾ ഇനി വെള്ളം പൊക്കാൻ പോണേ. ഇതിനകത്ത് മുക്കിയിട്ടാണ് ഞങ്ങൾ വെള്ളം പൊക്കാൻ പോണേട്ടാ. പോയത് അങ്ങനെ പൊക്കി ഒരു ഓഴങ്ങളി ഓക്കെ അല്ലേ. അപ്പൊ നോക്കിക്കേ ഇങ്ങോട്ട് ഇതാക്കിയില്ലെങ്കിൽ അപ്പൊ ഇനി ഞങ്ങ എന്താണ് വെള്ളം പൊക്കാൻ പോണേണ്ട. പിടിച്ചോ വള്ളത്തിന്റെ ഒരു തലയെ പിടിച്ചോ. ഇവിടെ തലേന്ന് പറയാൻ ഇല്ലല്ലോ വള്ളത്തിന്. അവിടെ പൊക്കിയ മാമനെ മോന്തക്കെട്ടൊക്കെ കൊണ്ട് മോന്തക്കെട്ട് ഇത് ഞങ്ങളുടെ പഴയ വള്ളമാണ്. ഇല്ലല്ല ഞാൻ പിടിച്ചു. ഞാൻ പറഞ്ഞതിന് പിടിച്ചു പോയി. ഇല്ലില്ല ഞാൻ പൊക്കി. പൊക്കി ഞാൻ മാറണം. നിങ്ങൾ കാണണം കേട്ടോ. മീനുണ്ട് ഞാൻ മാറണ. ഇല്ലില്ല നീ അവിടെ ഇരുന്നു.
ഇതിങ്ങനെ ഇതിനകത്ത് മീനുണ്ട് കേട്ടോ. അതെ ബക്കറ്റ് എടുത്തോ. ഇപ്പൊ മീൻ പിടിച്ച് ഞാൻ കാണിച്ചു. ചരിച്ചു വെള്ളം കുറച്ച് കളയുന്നില്ല. വട്ടവല എടുത്തിട്ടില്ല. ഇതേണ്ടതേ എനിക്കൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ കിട്ടണില്ല. അന്നൊന്ന് വെള്ളം ഒന്നുകൂടി മുക്കിട്ടാലോ. വീഡിയോ കണ്ടിട്ട് ആരും ഈ വെള്ളം വന്ന് ചോദിക്കരുതാണ്. വരത്തില്ല ഒരിക്കലും. ഒന്ന് വാരിക്കാളായിട്ട് കൈ സത്യം ഞാൻ കൈ കൊണ്ട് പറഞ്ഞ് കാലോടി പിടിച്ചിരിക്കാണ്. എന്താ തുമ്പച്ചി തപ്പുവാ. മീനുണ്ട് കേട്ടോ സത്യം. ചാടി പോണേണ്. വല പൊങ്ങി വലിയ കാര്യം കാണിച്ച് ഇങ്ങാടെ കാണിച്ചു കൊടുക്കും. അതെ ഞാൻ ഈ വെള്ളത്തിനകത്തുനിന്ന് സാധനം പിടിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കണ കൊല്ലിയില്ലാത്താക്കി സെറ്റ് ആക്കൊണ്ട് നമ്മ വെള്ളത്തിനകത്ത് വെറുതെ ഒന്ന് കോരി തന്നത്. വേണ്ട വേണ്ട കൊല്ലിയിലാക്കണ കേട്ടാ. ഇതിനകത്ത് ഇനിയും മീനുണ്ട് കേട്ടോ സത്യം പറഞ്ഞ. ഞാൻ കാണിച്ചു തരാം. അടുത്ത കോരലിനും കൂടി കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ, നീ നീന്തി വാ. അവൻ അവിടെ നിൽക്കോണ്ടാടാ. ഞങ്ങളുടെ ടോബി അവിടെ നിൽക്കൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കണോണ്ട് അവൻ കറങ്ങി തിരിഞ്ഞൊക്കെ അങ്ങാടിങ്ങടൊക്കെ നടക്കണേണ്ട. അതെ അമ്മയും ചേച്ചിയും വൈഫൊക്കെ അതെ എല്ലാവരും ഞങ്ങൾ മീൻ പിടിക്കണമെന്ന് നോക്കിയൊക്കെ ഒരു ഹായ് കാണിച്ചേക്ക്. ആ അപ്പം അവർ വരെ നമ്മൾ ആ മീൻ പിടുത്തം കണ്ടോണ്ടിരിക്കണേണ്ട അവര്. ഇനി ഇതിനകത്ത് മീനുണ്ട് അല്ലേ ആളെയാ? മീനില്ലേ ഇതിനകത്ത്? ആളെയും കൊല്ലിയൊക്കെ അടിച്ചു പിടിച്ചാൽ കേട്ടോ. മാസമായിട്ട് ഇരിക്കണേ. മാമനാണ് കോരി നമ്മുടെ കോരി സെറ്റാക്കണ കേട്ടോ. അത് ഇത് അളിയൻ ആ ചാടി ഒരു മീൻ ചാടിയെന്ന് പറഞ്ഞത് അളിയൻ മീൻ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കണം കേട്ടോ. പറ്റിയല്ലോ നമുക്ക് ഇവിടെ ഇതിങ്ങനെ പരത്താം.